ആ 36 വർഷമായിരുന്നു പുതിയ ബസ് സ്റ്റാൻഡ് പടിഞ്ഞാറ് വശത്തുള്ള ഓട ഇതുവരെ അത് വൃത്തിയാക്കിയിട്ടില്ല. അത് അതിലൊരു പറന്ന മണ്ണ് പോലും എടുത്ത് മാറ്റിയിട്ടില്ല. ഏതാണ്ട് 62 ലക്ഷം രൂപ നഷ്ടം വന്നിട്ടൊരു ഷോപ്പ് അവിടെ നടച്ചു പോയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രയാസങ്ങള് അധികാരികളുടെ മുമ്പില് യഥാസമയം കാലാനുസൃതമായി ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ മൗനമാണ് തുടരുന്നതെങ്കിൽ ഞങ്ങൾ ഈ ഗാന്ധിയൻ സമരമുറയിൽ നിന്ന് പിന്മാറേണ്ടതായിട്ട് വരും. മഴക്കാലത്ത് പുതിയ ബസ് സ്റ്റാൻഡിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ടിന് പരിഹാരം തേടി വ്യാപാരികൾ. ഓടകൾ ശുചിയാക്കാത്തത് വെള്ളക്കെട്ടിന് കാരണമാകുന്നുവെന്ന് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഓഫീസ് ഗേറ്റിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു. മുനിസിപ്പൽ മാർച്ച് സിന്ദാബാദ്, മുനിസിപ്പൽ മാർച്ച് സിന്ദാബാദ്. പുതിയത് വന്നിട്ടും പുതിയ സ്റ്റാൻഡിലെ വെള്ളക്കെട്ടിന് ഏതുകാലം പരിഹാരം? മറുപടി പറയൂ ഭരണക്കാരെ, മറുപടി പറയൂ ഭരണക്കാരെ. കാലവർഷം തുടങ്ങിയാൽ പിന്നെ പുതിയ സ്റ്റാൻഡും പരിസരവും വെള്ളം കൊണ്ട് നിറയുന്നു. ശാശ്വതമായ ഒരു പരിഹാരം കാലമെത്രയായിട്ടും നടപടിയൊന്നും ഉണ്ടാക്കാൻ ഒരു ചെറിയ മഴ പെയ്താൽ പോലും പുതിയ ബസ് സ്റ്റാൻഡും പരിസരത്തുമുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറുന്ന സ്ഥിതിയാണ്. 6 വർഷത്തോളമായി ഇത് അനുഭവിക്കുകയാണ്. ഇതിന് മുനിസിപ്പാലിറ്റി ശാശ്വത പരിഹാരം കാണണം. ബസ് സ്റ്റാൻഡിലുള്ള പല ഓടയിൽ നിന്നും മണ്ണ് ഇനിയും നീക്കാൻ ബാക്കിയുണ്ട്. ബസ് സ്റ്റാൻഡിന്റെ പടിഞ്ഞാറ് വശത്തുള്ള ഓവ് ഏകദേശം 36 വർഷമായി മണ്ണ് നീക്കം ചെയ്യാതെ കിടക്കുകയാണ്. ഇങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്. NP ഗോപി സ്വാഗതം പറഞ്ഞു. PA ഖാദർ അധ്യക്ഷനായി. 2 പ്രാവശ്യമായ ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ സ്ഥാപനവും നഷ്ടം വന്ന്. കൂടാതെ ഈ ഷോപ്പിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് അടിച്ചുകയറി ചളി വൃത്തിയാക്കുന്ന വെച്ച് വിഷമുള്ള കാര്യമാണ്. അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ വൃത്തിയാക്കണം ചെയ്തു. അത് വൃത്തിയാക്കി കൊണ്ടൊക്കെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ വീട്ടിലെ അവസ്ഥയും. ഇതിന് എന്തായാലും ഒരു ശാശ്വത പരിഹാരം കണ്ടുവരും. ഇപ്പം കഴിഞ്ഞ 2 ദിവസത്തിൽ തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മുനിസിപ്പൽ അധികാരികളെയും MLA, MP, കലക്ടർ എല്ലാവർക്കും വേണ്ട നിവേദനം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്നിനൊരു പരിഹാരമായി കാണുന്നില്ല. പക്ഷെ അവർ വന്നിട്ട് അത് നാഷണൽ ഹൈവേന്റെ വർക്ക് കൊണ്ട് ബ്ലോക്കാണ്, അതാണ് ഇന്നലെ പറയും. പക്ഷെ അതൊന്നല്ല ഇതിന്റെ യാഥാർത്ഥ്യം. അതിന്റെ ഒരു വശം ഉണ്ട്. എങ്കിലും പുതിയ ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ചോളം ഞാൻ 36 വർഷമായി കച്ചവടമാണ്. ആ 36 വർഷമായിരുന്നു പുതിയ ബസ് സ്റ്റാൻഡ് പടിഞ്ഞാറ് വശത്തുള്ള ഓട ഇതുവരെ അത് വൃത്തിയാക്കിയിട്ടില്ല. അത് അതിലൊരു പറന്ന മണ്ണ് പോലും എടുത്ത് മാറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഇന്ത്യൻ കോഫി ഹൗസിന്റെ മുമ്പിലുള്ള ഓവ്, ഇന്ത്യൻ കോഫി ഹൗസിന് മുമ്പിലുള്ള ഓവിൽ നിന്ന് വെള്ളം ഓവർഫ്ലോ ആയിട്ടാണ് തൊട്ടടുത്തുള്ള 4-5 ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് വെള്ളം കയറുന്നത്. അതുപോലെ തന്നെ ശ്രീമണി ബിൽഡിങ്ങിന്റെ ബാക്കിലുള്ള ഓവ്, അത് കൃത്യമായിട്ട് അതിലെ മണ്ണെടുക്കാത്ത കാരണം അതിൽ ഓവർഫ്ലോ ആയിട്ടാണ് പാർക്ക് റോഡിൽ കൂടെ വെള്ളം പുതിയ ബസ്സിനൊക്കെ വരുന്നത്. അതുപോലെ തന്നെ MR വശത്തുള്ള ഓട നിറഞ്ഞിട്ട് വെള്ളം സ്റ്റാൻഡിലേക്കാണ് വരുന്നത്. ഇപ്പൊ ചെറിയ മഴയ്ക്ക് തന്നെ സ്റ്റാൻഡ് മൊത്തം വെള്ളത്താണ്. പുതിയ സ്റ്റാൻഡ് M. അബ്ദുൽ സലാം ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ വർഷവും മഴ തുടങ്ങിയാലും അവിടെയുള്ള വീടുകളിലെ ആളുകളുടെയും കച്ചവടക്കാരുടെയും നെഞ്ചിടിപ്പ് വർദ്ധിക്കുകയാണ്. രാത്രി സ്വസ്ഥമായി വീടുകളിൽ കിടന്നുറങ്ങാൻ സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ ചെറിയ മഴ പെയ്താൽ തന്നെ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം എല്ലാ വർഷവും ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഈ നാരായണ നഗർ എന്ന് പറഞ്ഞ സ്ഥലം. നമുക്കറിയാം, കഴിഞ്ഞ 2018-ലും 19-ലും 22-ലും അല്ലേ നമ്മുടെ യാമീന്റെ വെള്ളപ്പൊക്കം ഏതാണ്ട് 62 ലക്ഷം രൂപ നഷ്ടം വന്നിട്ടൊരു ഷോപ്പ് അവിടെ നടച്ചു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീട് കഴിഞ്ഞ മാസം ജപ്തിയായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ എല്ലാ ഭരണാധികാരികൾക്കും അറിയുന്ന കാര്യങ്ങളാണ്. തീർച്ചയായും ഇതിൽ വടകര നഗരസഭയുടെ പാർട്ട് വളരെ വലുതാണ്. എല്ലാ വർഷവും കേരളത്തിൽ വടകരയിലെ മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രക്രിയ നടക്കാറുണ്ട്.
ആ പ്രക്രിയകളെ നേരാവണ്ണം മോണിറ്റർ ചെയ്ത് എല്ലാ ഇടങ്ങളിലും ഈ ശുചീകരണം നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അധികാരികൾ ഉറപ്പുവരുത്തുന്നില്ല. ഇവിടെ കാതർക്ക് ഇവിടെ സൂചിപ്പിച്ചു, നാരായണ നഗരത്തിൽ നിന്ന് ഉള്ള ഡ്രൈനേജുകള്, വലിയ ഡ്രൈനേജുകള് ഈ തവണ ഒരു അറ്റകുറ്റപ്പണികൾ നടക്കാതെ മണ്ണുകൾ നീക്കം ചെയ്യാതെ നിറഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലത്ത് ഇത്രയധികം വെള്ളം കയറുവാനുള്ള ഒരു മുഖ്യമായ കാരണം. ഞാൻ കൂടുതലായി സംസാരിക്കാൻ എല്ലാവരും ഇതിന് അനുഭവസ്ഥരാണ്. പ്രിയപ്പെട്ടവർ, അതിന്റെ കഴിഞ്ഞ 3 വർഷമായി ഊരിൽ മേൽ പെരുവെന്നോണം നമുക്ക് തുടങ്ങിയിട്ടുള്ള നാഷണൽ ഹൈവേ കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും 90% പണി പൂർത്തിയായപ്പോഴും വടകരയിലുള്ള നാരായണ നഗരത്തിൽ 30% പണി പോലും ഒന്നും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിലൂടെ ഉണ്ടാകുന്ന മണ്ണൊഴുക്കുകളും ഈ വെള്ളത്തിന്റെ പോക്കിനെ ബാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തു തരേണ്ട അധികാരികളുടെ മുമ്പില് ഞങ്ങൾ പലതവണ MP-യുടെ മുമ്പില്, MLA-യുടെ മുമ്പില്, മുനിസിപ്പൽ ചെയർമാന്റെ മുമ്പില് ഓരോ സമയങ്ങളിലായി അതാത് സമയങ്ങളിലെ ഓർമ്മപ്പെടുത്തലുകൾ നടത്താറുണ്ട്. പക്ഷെ ഈ ഓർമ്മപ്പെടുത്തലുകളൊന്നും കാര്യമായ ഫലപ്രാപ്തി ഉണ്ടാവാത്ത അവസ്ഥയെ കൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ജനകീയ സമരത്തിന് വ്യാപാരി സമൂഹം മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. ഒരു ചെറിയ മഴ പെയ്താൽ പിറ്റേന്ന് രാവിലേക്ക് ഒട്ടുമിക്ക വ്യാപാര സ്ഥാപനങ്ങൾ മുങ്ങിപ്പോകുകയാണ്. ഇതിന് അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് ഇന്ന് ധർണാ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതൊരു സൂചനയായി കഴിഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ധർണാ സമരം മാർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സമാധാനപരമായ ഒരവസ്ഥയായിരിക്കും. കാരണം വ്യാപാരി സമൂഹമാണ്. മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ മാതിരി ഞങ്ങൾ അടിച്ചു പൊളിക്കാനോ തടയാനും ഞങ്ങളില്ല. ഞങ്ങളുടെ പ്രയാസങ്ങള് അധികാരികളുടെ മുമ്പില് യഥാസമയം കാലാനുസൃതമായി ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ മൗനമാണ് തുടരുന്നതെങ്കിൽ ഞങ്ങൾ ഈ ഗാന്ധിയൻ സമരമുറയിൽ നിന്ന് പിന്മാറേണ്ടതായിട്ട് വരും. പ്രിയപ്പെട്ടവരെ, എത്ര ബാക്കിയുള്ള ആളുകളൊക്കെ മാതിരിയുള്ള വ്യാപാര സ്ഥാപനങ്ങള് അവരെ സംബന്ധിച്ചിടത്തോളം ലക്ഷക്കണക്കിന് ഉറുപ്പികയുടെ സാധന സാമഗ്രികളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തില് വടകരയിലുള്ള അധികാരികൾ ഉണർന്നു പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ വരും ദിനങ്ങളില് ശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളിൽ വടകരയിലുള്ള വ്യാപാരി സമൂഹവും ജനങ്ങളും മുന്നിട്ടിറങ്ങുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇതൊരു ഓർമ്മപ്പെടുത്തലായി എടുത്തുകൊണ്ട് കഴിയുന്നതും വേഗം ഉള്ള മണ്ണുകൾ നീക്കം ചെയ്തുകൊണ്ട് അധികാരികളുമായി നാഷണൽ ഹൈവേ വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർത്തുകൊണ്ട് വടകരയുടെ ഈ നാരായണ നഗരത്തിന്റെ ഈ പ്രയാസത്തിൽ നിന്ന് അധികാരികൾ ശ്രദ്ധ ചെലുത്തണമെന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ഹരീഷ് ജയരാജ്, അമൽ അശോക്, PA ജലീൽ, ജിതേഷ്, മുഹമ്മദ് എവറസ്റ്റ്, ജയൻ കോറോത്ത, ആര്യ തുടങ്ങിയവർ ആശംസകൾ നേർന്നു.